അല്ല, എന്തായിരുന്നു നീ ഇതിനു മുമ്പ് എന്നെ കണ്ടപ്പോ പറഞ്ഞത്? താലി കെട്ടിയവനിൽ അവകാശമുണ്ട്, ഒരു കോടതിക്കും അത് കണ്ടില്ലാന്ന് നടിക്കാനാവില്ല, നിയമപരമായി ഭാര്യയും ഭർത്താവുമാണ്. എല്ലാം ശരി തന്നെ. എന്ത് നിയമങ്ങൾ പറഞ്ഞാലും മനസ്സുകൊണ്ടൊരു പൊരുത്തമില്ലെങ്കിൽ ആ ബന്ധത്തിന് എന്ത് പ്രസക്തിയുണ്ടടി? അവരങ്ങനെ ആവശ്യപ്പെട്ടതില് എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. പരോപകാരിയായ അച്ഛന്റെ മക്കള് ഇങ്ങനൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അവരുടെ കൂട്ടുകാരന് കയറിക്കിടക്കാനൊരു വീട്, അത് വിഷ്ണുവേട്ടന്റെ ഇൻഷുറൻസ് തുക കൊണ്ട് ഞാൻ പണിത് കൊടുക്കാൻ പോവാ. വിഷ്ണുവേട്ടന്റെ ഓർമ്മയ്ക്കായി എനിക്കതെങ്കിലും ചെയ്യണം. ഒന്നും പറഞ്ഞേൽപ്പിക്കാതെ പോയെങ്കിലും മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് നടന്ന പല കാര്യങ്ങളും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യും. കാരണം ഈ ഓർമ്മകളിലൂടെ എന്റെ വിഷ്ണുവേട്ടൻ ജീവിച്ചിരിക്കണം. അതെന്റെ വാശിയാ, എന്നെ തനിച്ചാക്കി പോയതിനുള്ള വാശി. ഈ സമയത്ത് ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കണമെന്നാ പറയുന്നത്. ഇതിപ്പോ രോഹിത് കൊണ്ടുവന്നുകൊണ്ട് കഴിക്കുന്നു. അല്ലാതാരാ എനിക്കിവിടെ വാങ്ങിച്ചു തരാനിരിക്കുന്നെ? ശാരിക പ്രസവിച്ച കാര്യം രാജി പറഞ്ഞായിരുന്നോ? എന്നെ വേണ്ടാത്തവർക്ക് എന്റെ മോളെയും വേണ്ടല്ലോ, പിന്നെന്തിനാ ഞാൻ അറിയിക്കുന്നേ? എന്നാലും സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാലോ? മോളെ കാണണമെന്ന് ആഗ്രഹിച്ചു വന്നാലോ? സ്വന്തം കുഞ്ഞല്ലാന്ന് വിശ്വസിച്ച് നടക്കുന്നവർക്ക് എന്ത് മാറ്റം വരാനാ? ഒരു മാറ്റവും വരില്ല. ഇതും കൂടി കഴിക്കേ. എനിക്ക് മതി. ഹേയ്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇതും കൂടി കഴിക്കണം. കഴിച്ചേ വെക്കൂ. വായിലൊന്നും ഒരു രുചിയും തോന്നുന്നില്ല രോഹിത്തെ. പിന്നെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നേ? എന്നാലും ഇതും കൂടി കഴിക്കേ. ഇതെന്താ ഇവിടെ വാങ്ങിച്ചു കൊണ്ടുവന്ന ഓറഞ്ച് മുഴുവനും രണ്ടാളും കൂടി തിന്നു തീർക്കാ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കാ രോഹിത്ത്. എനിക്ക് വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് കേക്കണ്ടേ? അല്ലെങ്കിൽ എനിക്കൊരു ഓറഞ്ച് പൊളിച്ചു വെക്കണമെന്ന് രോഹിത്തിന് തോന്നിയില്ലല്ലോ. അതിന് നീയല്ലല്ലോ പ്രസവിച്ച് കിടക്കുന്നത്, ശാരികയല്ലേ. നീ ചെയ്യേണ്ട കാര്യമാ ഞാനിവിടെ ചെയ്യുന്നത്. അതിനെ വല്യേച്ചിക്ക് ഓറഞ്ച് പൊളിച്ച് തിന്നാൻ പറ്റാത്ത തരത്തിലുള്ള അസുഖമൊന്നും അല്ലല്ലോ. ഇടി, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല. ഈ സമയത്ത് പോഷകഗുണമുള്ള ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് രോഹിത്ത് തന്നെയാ ഓറഞ്ച് പൊളിച്ചു തന്നോണ്ടിരുന്നെ. സ്നേഹത്തോടെ എന്റെ അനിയൻ എനിക്ക് ഓറഞ്ച് പൊളിച്ചു തരുമ്പോ പിന്നെ ഞാനെങ്ങനെയാ വേണ്ടെന്ന് പറയുന്നേ? ഓ, ചേച്ചിക്ക് ഓറഞ്ച് പൊളിച്ചു തരാൻ വേണ്ടിയായിരിക്കും അനിയൻ ജോലിക്ക് പോലും പോവാതെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതല്ലേ? ഇനി ഞാനിന്ന് ഉച്ചവരെ ലീവിലാണ്. രോഹിത് എന്തിനാ ലീവ് എടുക്കുന്നേ? ഇവിടെ ഞാനും അച്ഛനുണ്ടല്ലോ. ഉള്ള ജോലി കളഞ്ഞു കുളിച്ചിട്ട് പിന്നെയും ജോലി തപ്പി ഇറങ്ങാനാണോ ഭാവം? ജോലിയൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ല ശ്യാമേ. ഇനി പോയാൽ തന്നെ മറ്റൊരു ജോലി കണ്ടെത്തില്ലേ? ഈ കിട്ടിയിരിക്കുന്നത് ഗവൺമെന്റ് ജോലി ഒന്നും അല്ലല്ലോ. ആ, രോഹിത്തിന് എന്തിനും നല്ല ധൈര്യമാണല്ലോ. ഇനി പോയാ തന്നെ കഴിഞ്ഞുകൂടാൻ കുടുംബശ്രീ ചായക്കട ഉണ്ടല്ലോ അല്ലേ? ദേ ശ്യാമേ, കുടുംബശ്രീ ചായക്കട കണ്ടിട്ടൊന്നുമല്ല ഈ രോഹിത് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയ, അതും ശാരദമ്മ പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ. അതെ, സഹായം ആർക്കാണെന്നൊക്കെ ഞാൻ കണ്ടു. നീ എന്താടി ഒരുമാതിരി മുള്ളു മൊനെ വെച്ച് സംസാരിക്കുന്നേ? മുള്ളു മൊനെ വെച്ചത് ഞാനാണോ? എന്താ നിന്റെ എന്താ പ്രശ്നം? അച്ഛാ, ഞാൻ പറയാം. രോഹിത് ജോലിക്ക് പോവാതെ ഇവിടെ വന്ന് നിൽക്കുന്ന എന്തിനാന്നാ ഞാൻ ചോദിച്ചേ. അച്ഛാ, ഞാനിന്ന് ഉച്ചവരെ ലീവിലാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നേ. പക്ഷെ ഇവൾക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഉള്ള ജോലി കളഞ്ഞു കുളിക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ ആരെ ശുശ്രൂഷിക്കാൻ നിന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ആരെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ടൊന്നുമില്ല അച്ഛാ. എനിക്കതിന്റെ കാര്യവുമില്ല. അതെ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കണ്ട. രണ്ടുപേരും വീട്ടിലേക്ക് പൊക്കോ. അവിടെ ശാന്ത ഒറ്റയ്ക്കാണ് കടയിലെ കാര്യങ്ങൾ നോക്കുന്നത്. നീ പോയിട്ടേ ശാന്തയെ സഹായിക്കേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ദേ, ഈ ബില്ലിലെ ക്യാഷ് ഉടനെ അടയ്ക്കണം കേട്ടോ. 80,000 രൂപയോ?
ഇൻക്യുബേറ്ററിന്റെ വാടക കൂടി ചേർത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അടയ്ക്കണം. ഇല്ലെങ്കിൽ കുട്ടിയെ കിടത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. ആ അച്ഛാ അതിങ്ങി തന്നെ. ഇതിപ്പോ ഉടനെ അടക്കണമെന്നല്ലേ പറഞ്ഞത്? എന്തെങ്കിലും വഴി കാണണമല്ലോ മോനെ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നവളാ. എനിക്ക് എന്റേതായ ലക്ഷ്യങ്ങളും ഉണ്ട്. തടസ്സം നിൽക്കരുത്. അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയ നിന്നെ പോലെയൊക്കെയുള്ള പെണ്ണുങ്ങൾ ചെന്ന് കിടക്കുന്നതേ ഇപ്പൊ സെൻട്രൽ ജയിലിനകത്താ. ഒരു കാലത്ത് പെണ്ണ് പറയുന്നതാ ന്യായം എന്നൊരു കീഴ്വഴക്കമുണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. ഇപ്പോ അതില്ല. കാരണം അത് നിന്നെയൊക്കെ പോലുള്ള സ്ത്രീവർഗത്തിന്റെ അഴിഞ്ഞാട്ടം കൊണ്ട് നിർത്തലാക്കി. ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് ആരെയും തറ പറ്റിക്കാമെന്നുള്ള വില കുറഞ്ഞ ദുഷിച്ച ചിന്താഗതി ഉണ്ടല്ലോ, അത് ഒരൊറ്റ ചിതയിൽ ഒതുങ്ങി. ഒരു പാവം പിടിച്ചവന്റെ ജീവൻ എടുത്തുകൊണ്ട് അവള് ജയിൽവാസം അനുഭവിച്ചപ്പോ ഒരുമാതിരി തലതെറിച്ച ഐറ്റങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങിയതാ. അപ്പോഴാ നിന്റെ ഈ പുതിയ വീഡിയോയും കൊണ്ടുള്ള വരവ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിനക്കെങ്ങനെ തോന്നുന്നു? അല്ല, ഈ സോഷ്യൽ മീഡിയയിൽ നീയൊക്കെ എന്ത് പേക്കൂത്ത് കാണിച്ചാലും അതൊക്കെ ജനങ്ങളങ്ങ് വിശ്വസിക്കും എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? സർവേശ്വരൻ എന്നൊരാള് ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലിരിക്കുന്നുണ്ടെന്ന കാര്യം ഇനിയെങ്കിലും എന്റെ മോളൊന്ന് ഓർത്താ നന്ന്. അല്ല, എന്തായിരുന്നു നീ ഇതിനു മുമ്പ് എന്നെ കണ്ടപ്പോ പറഞ്ഞത്? താലി കെട്ടിയവനിൽ അവകാശമുണ്ട്, ഒരു കോടതിക്കും അത് കണ്ടില്ലാന്ന് നടിക്കാനാവില്ല, നിയമപരമായി ഭാര്യയും ഭർത്താവുമാണ്. എല്ലാം ശരി തന്നെ. എന്ത് നിയമങ്ങൾ പറഞ്ഞാലും മനസ്സുകൊണ്ടൊരു പൊരുത്തമില്ലെങ്കിൽ ആ ബന്ധത്തിന് എന്ത് പ്രസക്തി ഉണ്ടടി? താലി കെട്ടിയ ഭർത്താവിന്റെ കഴുത്തില് നിയമത്തിന്റെ കുരുക്കണിയിക്കാൻ നോക്കിയ നിന്നിലെ ഭാര്യയെ ഞാൻ നമിക്കുന്നു. ഈ രീതിയിലും ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന ഭാര്യമാരുണ്ടല്ലോ. തടഞ്ഞു നിർത്തി ആക്ഷേപിക്കാനായിട്ട് ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുവാണല്ലേ? എന്നാ പിന്നെ എനിക്ക് എന്റെ വഴി നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിക്ക്. നിന്റെ വഴി എന്താണെന്ന് നീ പറയാതെ തന്നെ എനിക്കറിയാം. നിങ്ങളെപ്പോലുള്ളവരുടെ ആയുധം മൊബൈലാണല്ലോ, പിന്നെ അത് ഉപയോഗിക്കാനുള്ള സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമും. പക്ഷെ ആ കൺകെട്ട് പരിപാടിയൊക്കെ ജനം മടുത്തു മോളെ. നിന്റെയൊക്കെ പേക്കൂത്തിന് ലൈക്കും കമന്റും അടിച്ച് നിന്റെയൊക്കെ വിഴുപ്പ് ചുമക്കുന്ന പരിപാടി മൊത്തത്തിൽ ആളുകൾ അങ്ങ് വെറുത്തു. ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി, ലൈക്കിനും ഷെയറിനും വേണ്ടി വീട്ടിലുള്ള അച്ഛനെയും അമ്മയും, എന്തിന് സുഖമില്ലാത്ത മുത്തശ്ശനെയും മുത്തശ്ശിയും വരെ പട്ടിണിക്കിട്ട് ദ്രോഹിക്കുന്ന വീഡിയോ വരെ നീയൊക്കെ ചെയ്തു തുടങ്ങിയപ്പോ ജനം നിന്നെയൊക്കെ വെറുത്തു. ഇനി വരാൻ പോകുന്നത് നിന്നെ പോലുള്ളവരെയൊക്കെ ജനം കല്ലെറിയുന്ന ഒരു ദിവസമാ. ഇങ്ങനെയാണ് നിന്റെയൊക്കെ പോക്കെങ്കിൽ അതിനി ഒരുപാട് താമസമൊന്നും വേണ്ടി വരില്ല.